യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. അതായത് മർത്തയുമുണ്ട്, മറിയവുമുണ്ട്. യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മർത്ത യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ ഓടി നടക്കുകയായിരുന്നു. മറിയമാകട്ടെ യേശുവിൻ്റെ പാദത്തിങ്കിലിരുന്ന് അവിടുന്ന് പറയുന്നത് ശ്രവിച്ചുകൊണ്ടാണിരുന്നത്. പിന്നീട് മർത്ത പരാതി പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, മറിയം നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തതെന്ന്. ശുശ്രൂഷയും പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമുണ്ട്, പക്ഷേ ആദ്യം നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. തമ്പുരാൻ്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കൃപ കിട്ടുമ്പോഴാണ് ബാക്കി പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുമൊക്കെ നന്നായി ചെയ്യാൻ നമുക്ക് സാധിക്കുക. സിസ്റ്റേഴ്സിനുള്ള കത്ത് എഴുതിയപ്പോൾ വിശുദ്ധ ചാവറയച്ചൻ ഈ ഒരു ചിന്ത അവരോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈശോമിശിഹായുടെ സ്നേഹത്തിൽ പാർപ്പിൻ, എപ്പോഴും തൻ്റെ കൺമുമ്പിൽ ഇരിപ്പിൻ, തൻ്റെ അരികെ നടപ്പിൻ, തന്നോടുകൂടെ എപ്പോഴും സംസാരിപ്പിൻ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.